നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുഖകരമായ ഉറക്കത്തിനിടയിൽ ധാരാളം സ്വപ്നങ്ങൾ കാണാറുണ്ട് നമ്മൾ. ചിലത് ചിരിപ്പിക്കാറുണ്ട്, ചിലത് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളത്, അല്ലെങ്കിൽ ചിലത് പേടിപ്പിക്കുന്ന തരത്തിൽ ഭയാനകമായി, അങ്ങനെ പല വിധത്തിലുള്ള സ്വപ്നങ്ങളിലൂടെയാണ് ഒരു ഉറക്കം കടന്നു പോകുന്നത്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുതെന്ന് മുതിർന്നവർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. കാരണം എന്തെന്നാൽ മറ്റൊരാളോട് ആ സ്വപ്നത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നത് വഴി ആ സ്വപ്നം അത് എന്തുമാകട്ടെ, നല്ല സ്വപ്നമാകട്ടെ അല്ലെങ്കിൽ ചീത്തയാകട്ടെ, ദോഷമുള്ള സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ വിഷമം നൽകുന്ന സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ മറ്റുള്ളവരോട് പറയാം. പക്ഷെ ഗുണകരമായ ഒരു സ്വപ്നമാണ് നിങ്ങൾ കണ്ടത്, അല്ലെങ്കിൽ നാളത്തെ ഒരു നാൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും തരുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങളാണ് കണ്ടതെങ്കിൽ അത് മറ്റാരുമായി പറയരുത്, അത് സാക്ഷാത്കരിക്കപ്പെടില്ല എന്നത് മുതിർന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് പിന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മോശ സ്വപ്നങ്ങൾ മറ്റുള്ളവരോട് പറയാം, നല്ലത് പറയാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നമുക്ക് മനസ്സിൽ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാൻ പാടില്ലാത്തത്, ഏതൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങളാണ് അങ്ങനെ കണ്ടാൽ പറഞ്ഞു കൂടാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. സ്വപ്നശാസ്ത്രം അനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും അത് നമ്മളുടെ ആ ഒരു ഉറക്കത്തിനിടയിൽ ഉണ്ടാകുന്ന ആ ചിന്തകളിലൂടെ അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ചലനത്തിലൂടെ ഉണ്ടാകുന്ന ആ സ്വപ്നം എല്ലാം തന്നെ മറ്റൊരാളുമായി നമ്മൾ പങ്കുവയ്ക്കാൻ പാടുള്ളതല്ല. അങ്ങനെ പറയുന്നത് നിമിത്തം നമ്മളെ ജീവിതത്തിലേക്ക് ഉടനടി ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ ഭാഗ്യം അത് സ്തംഭിച്ചു പോവും. പിന്നെ നമ്മൾക്കത് ഗുണകരമായി ലഭിക്കുകയുമില്ല. നമ്മൾ സ്വപ്നത്തിൽ ദൈവത്തെ കണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയതാണ്, മറ്റുള്ളവരോട് പറയാമല്ലോ എന്ന് ചിന്തിച്ച് അത് മറ്റുള്ളവരുമായി നമ്മൾ ഷെയർ ചെയ്യും, ചർച്ച ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരിക്കലും പറയാനോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനോ പാടുള്ളതല്ല. കാരണം എന്തെന്നാൽ ഇങ്ങനെ പറയുന്ന നിമിത്തം നമ്മളിലെ അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഭാഗ്യം അവിടെ തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെയൊക്കെ സ്വപ്നം കാണുന്ന ആളുകൾ, അത് മഹാദേവനാകട്ടെ, ദേവിയാകട്ടെ, ശിവനാകട്ടെ, അങ്ങനെ ഏത് ദൈവത്തെയും സ്വപ്നം കാണുകയാണെങ്കിൽ, സ്വപ്നത്തിൽ ദർശനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളത് മറ്റാരുമായും പങ്കുവയ്ക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ അടുത്തത് ഫലവൃക്ഷം. ഫലവൃക്ഷം എന്ന് പറയുമ്പോൾ ഏതുമാകാം, മാവാകാം, തെങ്ങാവാം, അല്ലെങ്കിൽ പ്ലാവാകാം, അങ്ങനെ ഏത് വിധേനയുള്ള ഫലവൃക്ഷവും നിങ്ങൾ സ്വപ്നം കണ്ട നിറയെ ഫലം നിൽക്കുകയാണ്, കായ്ച്ച് പൂത്ത് കായ്ച്ച് ഫലം ഇനി നിലത്തും വീണ് കിടക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു ഫലവൃക്ഷത്തെ അല്ലെങ്കിൽ ഫലവൃക്ഷ കൂട്ടത്തെയാണ് കാണുന്നതെങ്കിലും നിങ്ങൾക്ക് വളരെ വലിയ ഒരു സാമ്പത്തിക മാറ്റം വരാൻ പോകുന്നു, ഉന്നതി വരാൻ പോകുന്നു, ഈ കടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വപ്നം, അതായത് ഫലവൃക്ഷത്തെ സ്വപ്നം കണ്ടാലും മറ്റാരുമായി പറയാൻ പാടില്ല. ഇനി സ്വപ്നത്തിൽ വെള്ളി നിറച്ച ഒരു കുടമാണ് കാണുന്നതെങ്കിലും ഉടൻ തന്നെ മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നു, സന്തോഷമായ പല വർത്തമാനങ്ങളും ശ്രവിക്കാനുള്ള ഭാഗ്യം ലഭിക്കും എന്നതൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ തന്നെ മരണം കാണുന്നതാണെങ്കിലും അതും ദീർഘായുസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി അവനവൻ്റെ തന്നെ മരണമാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മരണമാണ് കണ്ടത്, അയ്യോ എന്ന് പറഞ്ഞ് മറ്റാരുമായി അത് പറയാതിരിക്കുക. പറഞ്ഞാൽ ആ സ്വപ്നത്തിൻ്റെ ഫലം അവിടെ നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് ആ ദീർഘായുസ് എന്ന ആ ഒരു കാര്യം അവിടെ അർത്ഥമില്ലാതായി പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ആരുമായും പങ്കുവയ്ക്കാനോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനോ പോകാതിരിക്കുക. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് നമ്മൾ സേവ ചെയ്യുന്നത്, അവർക്ക് വെള്ളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നത്, ഇതൊക്കെ കാണുകയാണെങ്കിലും ആരോടും പറയരുത്. അത് നമുക്ക് പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ഈ കുറച്ച് സ്വപ്നങ്ങൾ ഏവരും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരുടെയും ചിന്തകളിലൊക്കെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ രാത്രികാലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടാകും. ചില പകൽ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചു കിടക്കുകയാണെങ്കിൽ രാത്രികാലങ്ങളിൽ നമ്മൾ റിലാക്സ് ആകുന്ന ഒരു വേളയിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് ഒരു പുരോഗതി വരാൻ പോകുന്നതിന് മുന്നോടി ഇങ്ങനെയുള്ള എല്ലാ സ്വപ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ചില ആളുകൾ അത് മറ്റുള്ളവരുമായി, കൂടുതൽ ആളുകളും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ചിട്ടുണ്ടാകും. കുറച്ച് ആളുകളായിരിക്കും ഇതിനു മുന്നേ ഇങ്ങനെ പങ്കുവയ്ക്കാൻ പാടില്ല എന്നൊരു അറിവ് കൊണ്ട് ചിലപ്പോൾ ആരോടും പറയാതെ ഇരുന്നത്.
അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഏതെങ്കിലും കാണുകയാണെങ്കിൽ മറ്റാരുമായും പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുക. അല്ലെങ്കിൽ അതും പിന്നീട് കാലം കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫലവത്തായി വരികയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ വെള്ളി നിറച്ച കുടമൊക്കെ സ്വപ്നം കണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങളിലേക്ക് ധനം വളരെ വലിയ തോതിൽ എത്തുമ്പോൾ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ സ്വപ്നമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ അത് നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതല്ലാതെ മറ്റാരുമായും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫലങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കാതെ പോകും.